ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LM തിങ്. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിലെ പേജ് നമ്പർ 56-ലെ 6ാമത്തെ ചോദ്യമാണ് ചെയ്യാൻ പോകുന്നത്. 6ാമത്തെ ചോദ്യത്തിൽ 2 പാർട്ടുണ്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. ഫസ്റ്റ് പാർട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇവിടെ കാണുന്നത്. ഇൻ ദ പിക്ചർ ബിലോ two circles intersect at P and Q. Lines through these points meet the circles at A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. ഇതാ ഫസ്റ്റ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യൻ. ഇത് ഫസ്റ്റ് പാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് പാർട്ടിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പം നമുക്ക് ചോദ്യത്തിൽ എന്താ പറയുന്നത്? 2 സർക്കിൾസ് ഇൻ്റർസെക്റ്റ് അറ്റ് പി. 2 സർക്കിൾ പിയിലും ക്യൂയിലും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഗണ്ണിക്കുന്നു. പിന്നെ ലൈൻസ് ത്രൂ ദീസ് പോയിൻറ്റ്സ് മീറ്റ് ദ സർക്കിൾ. ഈ പോയിന്റിൽ കൂടിയുള്ള ലൈൻ സർക്കിളിനെ 4 ബിന്ദുക്കളിൽ എന്താണ് മീറ്റ് ചെയ്യുന്നു. എ, ബി, സി ആൻഡ് ഡി. The lines AC and BD, ACയും BDയും നോട്ട് പാരലൽ, സമാന്തരമല്ല. പ്രൂവ് ദാറ്റ് if these lines are of equal length, ഈ വരകളെല്ലാം ഒരേ നീളത്തിലാണെങ്കിൽ ABDC is a cyclic quadrilateral. ABDC ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഇതാണ് ചോദ്യം. നമുക്ക് ചോദ്യം ചെയ്യാൻ നോക്കാം. 2 പാർട്ടുണ്ട്, 2 ചോദ്യങ്ങളും ഉണ്ട്. ആദ്യത്തെ പാർട്ട് നമുക്ക് ചെയ്യാം. ചോദ്യം വായിക്കാം. ചിത്രം വരച്ചിട്ടിട്ടുണ്ട്. ഇൻ ദ പിക്ചർ ബിലോ 2 സർക്കിൾസ് ഇന്റർസെക്ട് അറ്റ് P ആൻഡ് Q. ലൈൻസ് ത്രൂ ദീസ് പോയിന്റ്സ് മീറ്റ് ദ സർക്കിൾസ് അറ്റ് A, B, C, D. The lines AC and BD are not parallel. Prove that if these lines are of equal length, then ABDC is a cyclic quadrilateral. ചോദ്യം മനസ്സിലായോ? എന്താണ് പറയുന്നത്? 2 വൃത്തങ്ങളാണ്, ചെറുതും വലുതും. ഈ 2 വൃത്തങ്ങളും പിയിലും ക്യൂയിലും എന്താണ് ഇന്റർസെക്റ്റ് ഗണ്ണിക്കുകയാണ്. പിന്നെ കൂടാതെ ACയും BDയും 2 ലൈനുകളാണ്. ഈ ലൈനുകൾ എവിടെയൊക്കെ മീറ്റ് ചെയ്യുന്ന? ഈ 2 സർക്കിളിലും A, B, D, C, D എന്ന 4 ബിന്ദുക്കളിൽ കൂടി കടന്നു പോവുകയാണ്. ACയും BDയും പാരലല്ല, സമാന്തരങ്ങളല്ല. If these lines are equal, ACയും BDയും ഈക്വൽ ആണെങ്കിൽ ABDC ഒരു ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. അപ്പൊ ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഏതെങ്കിലും എന്താണ് ഒരു ജോഡി എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കണം. ഒന്നുകിൽ A+D = 180 ഓർ B+C = 180. ഏതെങ്കിലും ഒരു ജോഡി 180 ആയാൽ മറ്റേ ജോഡിയും 180 ആയിരിക്കും. സം ഓഫ് 4 ആംഗിൾസ് ഈസ് 360 ഡിഗ്രി. നമുക്കിത് പ്രൂവ് ചെയ്യാൻ നോക്കാം. ആദ്യം ഞാൻ പിയും ക്യൂവും ജോയിൻ ചെയ്യുന്നു. ജോയിൻ PQ. ഇപ്പൊ PQ ഞാൻ ജോയിൻ ചെയ്തപ്പോ എനിക്ക് ആദ്യം ഒരു കോർഡിലാറ്ററൽ ആയിരുന്നു, ഇപ്പൊ 2 കോർഡിലാറ്ററൽ കിട്ടി അല്ലേ? അതായത് ABQPയും PQDC 2 കോർഡിലാറ്ററൽ കിട്ടി. അപ്പൊ ഞാൻ ആദ്യത്തെ കോർഡിലാറ്ററൽ എടുക്കുകയാണ്. രണ്ടും ചക്രീയ ചതുർഭുജങ്ങളാണ് അല്ലെ? 4 ബിന്ദുക്കളും വൃത്തത്തിലാണ്. 2 കോർഡിലാറ്ററലിന്റെയും 4 ബിന്ദുക്കളും വൃത്തത്തിലാണ്. ഇൻ കോർഡിലാറ്ററൽ ABQP ഞാൻ ഈ ആംഗിളിനെ X എന്ന് എടുക്കുക. ലെറ്റ് ആംഗിൾ A = X. അങ്ങനെയാണ് ഈ ആംഗിൾ എത്ര ആയിരിക്കും? X ആയിരിക്കും. ഔട്ടർ ആംഗിൾ ആയിരിക്കും അല്ലെ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ഔട്ടർ ആംഗിൾ? ഏതിന് ഈക്വൽ ആണ്? ഇന്നർ ഓപ്പോസിറ്റ് ആംഗിൾ. ഈ ആംഗിളിന് ഈക്വൽ ആണ്. ദിസ് ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഇന്നർ ഓപ്പോസിറ്റ് ആംഗിൾ. അപ്പം നമുക്ക് therefore ആംഗിൾ A = X ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? അതും X ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? കോർഡിലാറ്ററൽ ഔട്ടർ ആംഗിൾ ഈസ് ഈക്വൽ ടു ഇന്നർ opposite angle.
അതായത് ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതനുസരിച്ച് നമുക്ക് എന്താ എഴുതാം? therefore angle PQD equals x. മനസ്സിലായോ? നമുക്ക് റീസൺ എഴുതാം. ഔട്ടർ ആംഗിൾ. അപ്പൊ നമുക്ക് PQD ഈക്വൽസ് x ഔട്ടർ ആംഗിൾ ഓഫ് quadrilateral ABQP എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതെടുക്കാം. ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180 മൈനസ് എക്സ്. അത് അങ്ങോട്ട് എഴുതാം. ഇൻ quadrilateral PQDC angle PQD plus angle PCD equals 180. എന്തുകൊണ്ടാണ്? സൈക്ലിക് ആയതുകൊണ്ട്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആംഗിൾ. PQDCയുടെ 4 വെർട്ടെക്സും സർക്കിളിലാണ്. അതുകൊണ്ട് അത് സൈക്ലിക് ആണ്. ഇതും സൈക്ലിക് ആണ്. സൈക്ലിക്. ഇതിന്റെ വാല്യൂ x plus PCD equals 180. therefore angle PCD equals x നെ എപ്പുറത്തോണ്ട് വരുമ്പോ 180 മൈനസ് എക്സ്. നമുക്ക് 180 മൈനസ് എക്സ് എന്ന്. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്കിനി എന്താ പറയാം? AC ആൻഡ് BD ആർ നോട്ട് പാരലൽ തന്നിട്ടുണ്ടല്ലേ. AC ആൻഡ് BD ആർ നോട്ട് പാരലൽ. ബട്ട് എന്നാൽ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നമ്മൾ ആഡ് ചെയ്ത് നോക്കിക്കേ. എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എക്സും കട്ട് ചെയ്ത് പോവും. 180 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. ഈ രണ്ട് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ദേ ആർ കോഇന്റീരിയർ ആംഗിൾസ് ആൻഡ് സിൻസ് ദ ലൈൻസ് ആർ പാരലൽ. AB ആൻഡ് CD ആർ പാരലൽ ലൈൻസ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. കണ്ടേ? പാരലൽ ലൈൻ കട്ട് ബൈ ട്രാൻസ്വേഴ്സൽ. ഈ ആംഗിളും ഈ രണ്ട് പാരലൽ ലൈന്റെയും ഇടയ്ക്കുള്ള താഴെയുള്ളതും മുകളിലുള്ള ഈ രണ്ട് ആംഗിളിന്റെ സം 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് കോഇന്റീരിയർ ആംഗിൾസ് എന്ന് പറയാം. ദേ ആർ സപ്ലിമെന്ററി. ഇത് നമുക്ക് കിട്ടിയത് കൊണ്ട് എ പ്ലസ് സി 180 കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? AB ആൻഡ് CD ആർ പാരലൽ. We can say that AB and CD are parallel എന്ന് പറയാം. AB and CD are parallel. ഇവിടെ നോക്കിക്കേ, ഒരു പേര് പാരലൽ എന്നും ഒരു ജോഡി പാരലൽ എന്നും മറ്റേ ജോഡി എന്താണ് നോട്ട് പാരലൽ എന്നും കിട്ടി. അപ്പൊ ഇതൊരു ട്രപ്പീസ്യമാണ് നമുക്ക് പറയാം അല്ലെ. ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരവും മറ്റേ ജോഡി എതിർവശങ്ങൾ സമാന്തരമല്ലാതെ വരികയും ചെയ്യുന്ന ചതുർഭുജത്തെയാണ് നമ്മള് ലംബകം എന്ന് പറയുന്നത്, ട്രപ്പീസ്യം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നമുക്കൊരു ട്രപ്പീസ്യമാണെന്ന് പറയാൻ കഴിയും. പക്ഷേ ഇതിന്റെ അകത്ത് ചോദ്യത്തിൽ പറയുന്നുണ്ട്, ഈ ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. AC-യും BD-യും ഈക്വൽ ആണെങ്കിൽ ഈ AC and BD ആർ ഈക്വൽ ആണെങ്കിൽ എന്താ സംഭവിക്കുക? ഇത് രണ്ട് ഈക്വൽ ആണ്, ഇത് രണ്ടും പാരലൽ ആണെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രപ്പീസ്യം എന്ന് പറയാം. സമപാർശ്വ ലംബകം. സമപാർശ്വ ലംബകം സൈക്ലിക് ആണ്, നമ്മൾ തെളിയിച്ചിട്ടുണ്ട് അല്ലെ. സമപാർശ്വ ലംബകം സൈക്ലിക് ആണ്, നമ്മൾ തെളിയിച്ചത്. ഈ AC and BD ആർ ഈക്വൽ. ABDC becomes an isosceles trapezium. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഐസോസെലസ് ട്രപ്പീസിയംസ് ആർ സൈക്ലിക്. ഐസോസെലസ് സമപാർശ്വ ലംബകങ്ങള്
സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ABDC becomes an isosceles trapezium. Therefore, ABDC മറ്റൊരു പോയിന്റ് കൂടെ നമുക്ക് എഴുതാം. എന്താണ്? isosceles trapeziums are cyclic. Proved. നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. Hence, what we can say that ABDC is cyclic. Hence, we can say that ABDC is cyclic or cyclic quadrilateral. മനസ്സിലായല്ലോ? ഇനി നമ്മൾ അടുത്ത ചോദ്യത്തില് ഒന്നാമത്തെ അല്ലായിരുന്നു, ഇനി 6 രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാം. 6 രണ്ടാമത്തെ ചോദ്യം. In the picture, the circles on the left and right intersect the middle circle at P, Q, R, S. Lines joining these meet the left and right circles at A, B, C and D. Prove that ABDC is a cyclic quadrilateral. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ? എന്താണ്? 3 സർക്കിളുണ്ട്. അതിൽ ലെഫ്റ്റും റൈറ്റും ഉള്ള സർക്കിള് എന്താണ്? ഇൻ്റർസെക്റ്റ് അറ്റ് മീറ്റ് അറ്റ് ABCD 4 ബിന്ദുക്കളിൽ മീറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്? മിഡിൽ സർക്കിളിന് PQRS എന്ന പോയിന്റിൽ അപ്പുറം ഇപ്പുറം ഉള്ള 2 സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു, ഗണിക്കുന്നു. നമുക്ക് എന്താണ് തെളിയിക്കേണ്ടത്? ആ വലിയ ക്വാഡ്രിലാറ്ററൽ ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ എന്ന് പ്രൂവ് ചെയ്യണം. 6 രണ്ടാമത്തെ ചോദ്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ചിത്രം ഇതാണ് ചിത്രം. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ABDC ഈസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പൊ നേരത്തെ അതേപോലെ തന്നെയാണ്. ആ നേരത്തെ ചിത്രത്തിലെ 2 വൃത്തങ്ങളാണ്. ഇപ്പൊ നമുക്ക് 3 വൃത്തങ്ങളുണ്ട്. നമ്മളിവിടെ യോജിപ്പിക്കുകയാണ്. PQവും RSും യോജിപ്പിക്കുമ്പോൾ നമുക്ക് 3 ക്വാഡ്രിലാറ്ററൽ കിട്ടും. 3 സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ് കിട്ടുന്നത്. ചക്രീയ ചതുർഭുജം നോക്കേ. ABQP ഒന്ന്, അടുത്തത് PQSR ഒന്ന്, RSDC അങ്ങനെ മറ്റൊന്ന്. അങ്ങനെ 3 ചക്രീയ ചതുർഭുജങ്ങളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ ജോയിൻ ചെയ്തപ്പോ ആദ്യം ABDC എന്ന് പറഞ്ഞ ഒരു വലിയൊരു ചതുർഭുജമായിരുന്നു. ഇപ്പൊ നമുക്ക് 3 ചതുർഭുജങ്ങള് കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ABDC സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. ഏതെങ്കിലും ഒരു ജോഡി എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആണെന്ന് തെളിയിച്ചാൽ മതി. ഒന്നുകിൽ A+D 180 എന്നോ അല്ലെ B+C = 180 എന്നോ പ്രൂവ് ചെയ്താൽ മതിയാവും. അത് നമുക്ക് പ്രൂഫിലേക്ക് പോവാം. ജോയിൻ PQ and RS. We get 3 cyclic quadrilaterals. ഏതൊക്കെയാണ്? ABQP, PQSR and RSDC. അപ്പൊ ഈ ആംഗിൾ ഞാൻ X എന്ന് എടുക്കുന്നു. ലെറ്റ് ആംഗിൾ A = X. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? ഔട്ടർ ആംഗിൾ അല്ലേ? ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിൾ ഏതിന് ഈക്വൽ ആയിരിക്കും? ഇന്നർ ആംഗിൾ അറ്റ് ദ ഓപ്പോസിറ്റ് വെർട്ടെക്സിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടെ X ആകുമ്പോൾ ഇത് X ആയിരിക്കും. Therefore, angle PQS is equal to X. ഔട്ടർ ആംഗിൾ നേരത്തെ ചോദ്യത്തിലൊക്കെ നമ്മൾ റീസൺ ഒക്കെ എഴുതിയിട്ടുള്ളതാണ്. ഇനി ഇവിടെ നമുക്ക് ഈ ക്വാഡ്രിലാറ്ററൽ നമ്മൾ ആദ്യത്തെ രണ്ടാമത്തെ ക്വാഡ്രിലാറ്ററൽ എത്തി. ഇവിടെ നോക്കിക്കേ, ഇവിടെ X ആണ്. അപ്പൊ ഈ ആംഗിൾ നോക്കിക്കേ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഔട്ടർ ആംഗിൾ അല്ലേ നോക്കിക്കേ. അപ്പൊ ഇത് എന്തായിരിക്കും? X ആയിരിക്കും അല്ലേ? സിൻസ്
angle PQS equals X, angle SRC equals X, ഔട്ടർ ആംഗിൾ. അപ്പൊ ഒന്നിന് രണ്ടിൽ വന്നാൽ രണ്ടിൽ നമ്മള് മൂന്നാമത്തേല് പോയിരിക്കുകയാണ്, മൂന്നാമത്തെ കോഡിലാറ്ററിൽ എത്തി. ഇനി ഈ കോഡിലാറ്ററിൽ നോക്കിക്കേ, quadrilateral RSDC. ഇത് രണ്ടും എന്താണ്? ആംഗിൾ ആർ പ്ലസ് ആംഗിൾ ഡി is equal to 180, സൈക്ലിക് ആയതുകൊണ്ട്. അപ്പൊ ഡി എന്തായിരിക്കും? ഇത് എക്സ് ആണ്, ഇത് എത്രയായിരിക്കും? ആംഗിൾ ഡി is equal to 180 മൈനസ് എക്സ് എന്ന് കിട്ടും. ആംഗിൾ ഡി ഈക്വൽസ് 180 മൈനസ് എക്സ്. ഇനി എയും ഡിയും കൂടെ കൂട്ടി ഇവിടെ നമുക്ക് 180 മൈനസ് എക്സ് എന്ന് കിട്ടും. എയും ഡിയും കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടും? ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി is equal to എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എത്ര കിട്ടും? ഈക്വൽ ടു 180 എന്ന് കിട്ടും. ഈക്വൽസ് 180. അപ്പം വൺ പെയർ ഓപ്പോസിറ്റ് ആംഗിൾ സപ്ലിമെന്ററിന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ABDC is a cyclic quadrilateral. Therefore, ABDC is a cyclic quadrilateral. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മുകളിലോട്ട് എഴുതുന്നു. Therefore, ABDC is a cyclic quadrilateral. ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് കിട്ടും. ഓക്കെ, അപ്പം ആറാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം, ഇൻ ദ പിക്ചർ ദ ബൈസെക്ടേഴ്സ് ഓഫ് ദ ആംഗിൾസ് ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ഇന്റർസെക്ട് അറ്റ് PQRS. ഇതാണ് ചിത്രം. Prove that PQRS is a cyclic quadrilateral. PQRS ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് പിന്നെ എന്താണ്? ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ സംസ് ഓഫ് ദ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ PCD ആൻഡ് RAB. ഇത് വെച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഏഴാമത്തെ ചോദ്യം നമ്മൾ വായിച്ചതാണ് അല്ലേ? അപ്പം പിക്ചറിനകത്ത് ഇത് ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾസ് ആണ്. ഇതാണല്ലേ, എയിന്ന് ബൈസെക്ടർ പോകുന്നു. ഈ രണ്ട് ആംഗിളും ഈക്വലാ. ഇതും ബിയുടെ ബൈസെക്ടർ ആണ്. ഈ രണ്ട് ആംഗിളും ഈക്വലാ. സിയുടെ ബൈസെക്ടർ ആണ് ഈ ലൈൻ, അതുകൊണ്ട് ഈ രണ്ട് ആംഗിളും ഈക്വലാ. ഡിയുടെ ബൈസെക്ടർ ആണ് ഈ ലൈൻ, അതുകൊണ്ട് ആ രണ്ട് ആംഗിളും ഈക്വൽ ആണ്. ബൈസെക്ടേഴ്സ് ഓഫ് ആംഗിൾ ABCD ഇന്റർസെക്ട് അറ്റ് PQRS ഇന്റർസെക്ട് ചെയ്യുന്നു ബൈസെക്ടേഴ്സ് ഒക്കെ. പ്രൂവ് ദാറ്റ് PQRS വേണ്ടേ, ഇത് കോഡിലാറ്ററൽ, ഈ കോഡിലാറ്ററൽ ആണ് കേട്ടോ. PQRS ഈസ് സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യണം. സൈക്ലിക് എന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ ഇതാ, ഒന്നുകില് P പ്ലസ് ആർ 180 അല്ലെങ്കിൽ S പ്ലസ് Q 180 പ്രൂവ് ചെയ്താൽ മതിയാകും. പിന്നെ ഇതിൻ്റെ അകത്ത് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. ലുക്ക് അറ്റ് ദ സം ഓഫ് ആംഗിൾസ് PCD. PCD ഈ പടത്തില് കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. PCD എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെയ്യുന്നില്ല. അതാ ഈ ട്രയാങ്കിൾ PCD. ഒന്നുകൂടി വരച്ചു കാണിച്ചു തരാം. അതിന്റെ പുറത്തൂടെ വരയ്ക്കുമ്പോൾ ട്രയാങ്കിൾ കാണുമ്പോൾ മനസ്സിലാവും. ഈ ട്രയാങ്കിൾ ഡാർക്കൻ ചെയ്ത് വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിളും പിന്നെ RAB, ഇത് RAB, ഈ ട്രയാങ്കിൾ. ഈ രണ്ട് ട്രയാങ്കിളിന്റെ സം എടുത്ത് ചെയ്യാനായിട്ട് ഒരു ഹിന്റ് തന്നിട്ടുണ്ട്. നമുക്ക് ആ രീതിയിൽ തന്നെ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ PCD
PCD എടുക്കാം. സം ഓഫ് 3 ആംഗിൾസ് 180 വെച്ച് നമുക്ക് ചെയ്യാം. അപ്പൊ ഈ ആംഗിൾ നമുക്ക് ഹാഫ് ഡി എന്ന് കൊടുത്തൂടെ? ഹാഫ് ഡി പ്ലസ് ഈ ആംഗിളിന് ബൈസെക്ടർ അല്ലേ, ഹാഫ് സി എന്ന് കൊടുക്കാം, സിയുടെ പകുതി പ്ലസ് ആംഗിൾ, ഈ ആംഗിൾ എന്താ പറയാ, CPD അല്ലെങ്കിൽ എന്താ പറയാ DPC, ഏത് വേണമെങ്കിലും എഴുതാം. DPC ഈക്വൽസ് 180 ഡിഗ്രി. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കുക. ഇനി മറ്റേ ട്രയാങ്കിൾ കൺസിഡർ ട്രയാങ്കിൾ ARB. അവിടെ നമുക്ക് ആംഗിൾ, ഇത് ബൈസെക്ടർ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ. അപ്പൊ ഈ ഭാഗം എന്ന് പറയുന്നത് എയുടെ പകുതി, ഈ ഭാഗം എന്ന് പറയുന്നത് ബിയുടെ പകുതി. അതുപോലെ തന്നെയാണ് എല്ലായിടവും സിയുടെ പകുതി. ഈ ആംഗിൾ സിയുടെ പകുതി അല്ല, സി അല്ല സോറി, ഡിയുടെ പകുതി, ഇതും ഡിയുടെ പകുതി, സിയുടെ പകുതി സിയുടെ പകുതി. അപ്പൊ ARB എടുക്കുകയാണെങ്കിൽ ഹാഫ് എ പ്ലസ് ഹാഫ് ബി, ബിയുടെ പകുതി പ്ലസ് ബൈസെക്ടർ ആയതുകൊണ്ടാണ് ആംഗിൾ ബൈസെക്ടർ എന്നുള്ള രണ്ട് തുല്യ ഭാഗമായിട്ട് ആംഗിളിനെ ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ബൈസെക്ടർ എന്ന് പറയാം. ബൈ മീൻസ് ടു ഈക്വൽ പാർട്സ്, ടു ഈക്വൽ ആംഗിൾസ്. ഈ ആംഗിൾ നമുക്ക് എന്താ പറയുക, ARB ഈക്വൽസ് 180. ഇക്വേഷൻ നമ്പർ 2. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്ത് 1 + 2 നമുക്ക് എന്താ കിട്ടും? ഹാഫ് ഡി പ്ലസ് ഹാഫ് സി പ്ലസ് ആംഗിൾ DPC പ്ലസ് അതേ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുക, ഹാഫ് എ പ്ലസ് ഹാഫ് ബി പ്ലസ് ഹാഫ് ARB ഈക്വൽ ടു 180 പ്ലസ് 180. നോക്കിക്കേ, ഇതെല്ലാം കൂടെ ഈ ഹാഫ് ഉള്ള എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാം. ഹാഫ് ഓഫ് ബ്രാക്കറ്റിന്റെ പുറത്തെടുത്തത് ആംഗിൾ A പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C പ്ലസ് ആംഗിൾ D പ്ലസ് പിന്നെ ബാക്കിയുള്ള ഏതാ, ആംഗിൾ DPC പ്ലസ് ആംഗിൾ ARB ഈക്വൽ 180 180 360. A plus B plus C plus D, 4 angles of a quadrilateral is 360 ഡിഗ്രി. അതുകൊണ്ട് നമുക്ക് ഇവിടെ 360 എന്ന് എഴുതാം. 360 ഡിഗ്രി ആയതുകൊണ്ട് ഹാഫ് ഓഫ് ഹാഫ് ഇൻറ്റു 360 പ്ലസ് ആംഗിൾ DPC പ്ലസ് ആംഗിൾ ARB ഈക്വൽ 360. 360ന്റെ പകുതി എത്ര, 180 അല്ലേ? 180 പ്ലസ് ആംഗിൾ DPC പ്ലസ് ആംഗിൾ ARB ഈക്വൽസ് 360. ഇനി അപ്പുറത്തുണ്ടാവുമ്പോൾ 180 അപ്പുറത്തുണ്ടാവുമ്പോൾ മൈനസ് ചെയ്യണം. നമുക്ക് എന്താ കിട്ടും? ആംഗിൾ DPC പ്ലസ് ആംഗിൾ ARB ഈക്വൽസ് 360 മൈനസ് 180 ഈക്വൽസ് 180. നോക്കിയേ, DPC ഏതാണ്? DPC ദാ ഈ ആംഗിളും ARB ആംഗിൾ ദാ 1 pair opposite angles supplementary. So we can say that PQRS is a cyclic quadrilateral. Okay. Since in quadrilateral PQRS angle P plus angle R is equal to 180 degree. Therefore, PQRS is a cyclic quadrilateral. ഒരു പേര് ഓപ്പോസിറ്റ് ആംഗിൾ 180 ആണെങ്കിൽ അടുത്ത പേരും 180 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമുക്ക് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെന്ന് പ്രൂവ് ചെയ്തു. ഓക്കെ, പ്രൂവ് ചെയ്യാം, നമ്മൾ ചെയ്തു കഴിഞ്ഞു. അപ്പം 2 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു, മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.